പാഠം 532. ഒരു ആസൂത്രണ പാഠം. എല്ലാ കാര്യങ്ങളിലും എന്നെ സഹായിക്കും. അടുത്ത ജന്മത്തിൽ പറ്റിയാൽ ഈ മഹാനെ തന്നെ എന്റെ ഭർത്താവായി തരണേ എന്റെ ഈശ്വര എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. കളിയാക്കിയതാണെന്ന് മനസ്സിലായി. പക്ഷേ സ്വന്തം ഉത്തരവാദിത്തങ്ങൾ ചെയ്തു തീർക്കുന്നതിന് പകരം മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നതുകൊണ്ട് ഒരു കാര്യമില്ല. ആനന്ദ ഭമേ, നമുക്ക് വേണ്ടത് കൃത്യമായ ആസൂത്രണമാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോഴേ അന്ന് എന്തൊക്കെ ജോലികളാണ് ചെയ്യേണ്ടതെന്ന് നമ്മളൊന്ന് ആലോചിക്കണം. ഓരോ ജോലിക്കും എത്ര സമയമെടുക്കുമെന്ന് നമ്മളൊന്ന് കണക്കൂട്ടണം. ഏതൊക്കെ ജോലി ഏതൊക്കെ ക്രമത്തിൽ ചെയ്തു തീർക്കണമെന്നും ആലോചിക്കുക. പ്രശ്നം തീർന്നു. അടുക്കളയിലെ കാര്യം ഞാൻ മാത്രം തീരുമാനിച്ച പോരാ. അരി കഴുകി അടുപ്പത്ത് വെച്ചിട്ട് 32 മിനിറ്റും 13 സെക്കൻഡും കൊണ്ട് അരി വേവട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോ അരി വെന്തില്ലാന്ന് വരും. അരിയുടെ കയ്യില് വാച്ചില്ല. ഞാൻ കൃത്യം 9:55 അവിടെ എത്തിയിരിക്കും. മോഹനകൃഷ്ണൻ സമയത്തിന്റെ കാര്യത്തിൽ ഒരു വീഴ്ച വരുത്തില്ല എന്ന് സാറിന് അറിയാലോ. ശരി സാർ. സമയം പാലിക്കേണ്ടത് എങ്ങനെയെന്നും നമ്മുടെ കാര്യങ്ങൾ ആസൂത്രണം ചെയ്യേണ്ടത് എങ്ങനെയെന്നും നിനക്ക് കാണിച്ചു തരാം എന്ന് ഞാൻ പറഞ്ഞിട്ട് 2 മിനിറ്റ് ആയിട്ടുള്ളൂ. അതിനുള്ള അവസരം ഇതാ വന്നിരിക്കുന്നു. വിളിച്ചത് തഹസിൽദാരാണ്. പുറമ്പോക്ക് ഭൂമിയുടെ വിവരങ്ങൾ വിശദമായ റിപ്പോർട്ട് ഉണ്ടാക്കി സമർപ്പിക്കാൻ തഹസിൽദാർ പറഞ്ഞിരുന്നു. ഇന്ന് വൈകുന്നേരത്തിനകം കിട്ടണമെന്നാണ് കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്. പക്ഷേ ഇപ്പൊ പറയുന്നു റിപ്പോർട്ട് രാവിലെ വേണമെന്ന്. വേറൊരു വില്ലേജ് ഓഫീസറാണെങ്കിൽ പെട്ടുപോയാന്. ശിശുപാലിന് വീട്ടിൽ നിന്ന് ഓഫീസിലെത്താൻ 3 മിനിറ്റ്, ഫയലുമായിട്ട് ഇവിടെ വരാൻ 3 മിനിറ്റ്. എങ്ങനെയായാലും ഞാൻ വേഷം മാറി കാപ്പി കുടിച്ച് കഴിയുമ്പോ ശിശുപാലൻ ഇവിടെ എത്തും. ഞാൻ 9:30 ഇവിടെ നിന്ന് ഇറങ്ങി 9:52 താലൂക്ക് ഓഫീസിലെത്തും. അതാണ്. ഭാമയ്ക്ക് അടുക്കള ജോലി ചെയ്യാനുള്ള സമയം പോലും ഇല്ല എന്ന് പറഞ്ഞപ്പോ സമയം ശാസ്ത്രീയമായി ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു കൊടുത്തു. ഞാൻ പറഞ്ഞത് ശരിയാണെന്നും അവൾക്കറിയാം. പക്ഷെ സമ്മതിക്കാൻ ഒരു മടി. വില്ലേജ് ഓഫീസിലിരിക്കുന്ന ഒരു റിപ്പോർട്ടുമായി ഞാൻ 9:52 താലൂക്ക് ഓഫീസിലെത്തുമ്പോ ഇവരുടെ പരിഹാസം തീരും. അതുവരെ ഒന്നും പറയില്ല സാറേ. പക്ഷേ ആസൂത്രണത്തിൽ ചെറിയ ചെറിയ പാളിച്ചകൾ വരുന്നുണ്ടോന്നൊരു സംശയം. അതുകൊണ്ടാണല്ലോ ശിശുപാലൻ ചേട്ടൻ പ്യൂണായിട്ടിരിക്കുന്നതും ബുദ്ധിരാക്ഷസനായ മോഹനേട്ടൻ ഓഫീസറായിരിക്കുന്നതും. എന്തായാലും ബുദ്ധിരാക്ഷസന്റെ ആസൂത്രണം പിന്നെയും തെറ്റി. ഇപ്പൊ സമയം 9:17. ആസൂത്രണത്തിൽ ഒരു തെറ്റ് വന്നിട്ടില്ല. ശിശുപാലനെ പോലെ ബുദ്ധിയില്ലാത്ത ആളുകൾ കൂടെ ഉള്ളത് കൊണ്ട് അതും കൂടി കണക്കൂട്ടിയാണ് ഞാൻ എന്റെ പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നത്. എങ്ങനെയെങ്കിലും ശിശുപാലൻ വൈകണമെന്ന് നീ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നുണ്ട് എന്നെനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ആ പ്രാർത്ഥന ദൈവം കേൾക്കാൻ പോകുന്നില്ല. ഞാൻ 9:30 ഇവിടെ നിന്ന് ഇറങ്ങിയിരിക്കും. 9:52 താലൂക്ക് ഓഫീസിൽ എത്തിയിരിക്കുകയും ചെയ്യും. എങ്കിൽ ഇനി സമയങ്ങൾ അത് വന്ന് കാപ്പി കുടിക്കാൻ നോക്ക്. ശിശുപാലയോട് വരുമ്പോഴേക്കും എല്ലാം തീർത്തു വെക്കണ്ടേ? പോന്ന വഴിക്ക് കൃഷ്ണൻകുട്ടിയുടെ ചായക്കടയിൽ കഴിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ സമയം പോവേ. ഒരു ദിവസം കാപ്പി കുടിച്ചില്ല എന്ന് കരുതി മനുഷ്യൻ മരിച്ചു പോകുന്നില്ലല്ലോ. വലിയ ഓഫീസർ ടെൻഷനായി. ഇനിയാണ് കളി കാണേണ്ടത്. വില്ലേജ് ഓഫീസറുടെ ആസൂത്രണം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. താലൂക്ക് ഓഫീസർ കൊടുക്കാനുള്ള റിപ്പോർട്ടുമായി ശ്രീ ശിശുപാലൻ അല്പസമയത്തിനുള്ളിൽ ഇവിടെ എത്തിച്ചേരുന്നതാണ്. ഇതിന് സമയം കൃത്യം 9:30 ഇവിടെ നിന്ന് ഇറങ്ങുന്ന വില്ലേജ് ഓഫീസർ കെ മോഹനകൃഷ്ണൻ ജനകോടികളുടെ സ്വീകരണം ഏറ്റുവാങ്ങി കൃത്യം 9:52 താലൂക്ക് ഓഫീസിൽ എത്തിച്ചേരും. ആസൂത്രണത്തിന്റെ ഒന്നാന്തരം ഉദാഹരണമായ ഈ സംഭവം കേരള ചരിത്രത്തിൽ തങ്കലിപികളെ രേഖപ്പെടുത്താൻ പോവുകയാണ്. ഫയലും എടുത്ത് താലൂക്ക് ഓഫീസിൽ ചെല്ലുമ്പോ 10:30 ആവും. ഇനിയിപ്പോ എന്താ ചെയ്യുക? ഇവിടെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഓട്ടോ കിട്ടും. ഒരു ഓട്ടോ കയറി വില്ലേജ് ഓഫീസിൽ ചെന്ന് റിപ്പോർട്ടും എടുത്ത് അതേ ഓട്ടോയിൽ താലൂക്ക് ഓഫീസിലേക്ക് പോയാൽ മതി. ഓട്ടോ പിടിച്ചു തന്നെ. അപ്പൊ എന്തായാലും താലൂക്ക് ഓഫീസിൽ എത്താൻ വൈകും. തുറന്നേ പറ്റോ? വെട്ടിപ്പൊളിക്കേണ്ടി വരും. പക്ഷെ വില്ലേജ് ഓഫീസിൽ അലമാര സർക്കാർ മുതലല്ലേ, അത് വെട്ടിപ്പൊളിച്ചിട്ടുണ്ടെങ്കിൽ കേസാവും. ആസൂത്രണം ചെയ്ത് ആപ്പിലാവുക എന്ന് പറയുന്നത് ഇതിനെയാണ്. എന്നെ തോപ്പിക്കാനായി കാണിച്ചു കൂട്ടിയതല്ലേ ഇതൊക്കെ അനുഭവിച്ചു.